തിരുവിതാംകൂറിലെ രാജാവായ മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് ഒന്ന് പറയുകയാണെങ്കിൽ ഒരു യൂറോപ്യൻ ശക്തി, അതായത് ഡച്ചുകാരെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ രാജ്യം എന്നത് മാർത്താണ്ഡവർമ്മയുടെ തിരുവിതാംകൂറായിരുന്നു. മാർത്താണ്ഡവർമ്മ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്തിൽ ഒരു പ്രധാനപ്പെട്ട സംഭവമായിരുന്നു തൃപ്പടിദാനം എന്നത്. വർഷം 1750 ജനുവരി മാസം 5-ാം തീയതി, അതായത് കൊല്ലവർഷം 925 മകരം 5-ന് മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ രാജ്യത്തെയും തന്റെ സമ്പത്തുമെല്ലാം ശ്രീ പത്മനാഭന് സമർപ്പിക്കുകയുണ്ടായി. രാജാവ് തന്റെ ഉടവ ശ്രീ പത്മനാഭന് അടിയറ വെച്ചാണ് രാജ്യം തൃപ്പടിയിൽ ദാനം ചെയ്തത്. അതിനുശേഷം ശ്രീ പത്മനാഭദാസൻ എന്ന പേരിൽ ഉടവാൾ തിരികെ വാങ്ങി. അന്നു മുതൽ മാർത്താണ്ഡവർമ്മയും പിൻഗാമികളും ശ്രീ പത്മനാഭന്റെ ദാസന്മാർ എന്ന നിലയ്ക്ക് ശ്രീ പത്മനാഭന്റെ പ്രതിപുരുഷന്മാരെ രാജ്യം ഭരിച്ചു കൊള്ളാമെന്നതായിരുന്നു തൃപ്പടിദാനത്തിന്റെ അനന്തരഫലമെന്ന്. തൃപ്പടിദാനത്തെ കുറിച്ചുള്ള ചരിത്ര വീക്ഷണം ഒന്ന് നോക്കുവാണെങ്കിൽ തൃപ്പടിദാനം മത താല്പര്യത്തെക്കാൾ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായാണ് ചെയ്തത്. രാജ്യം ദൈവത്തിന്റെ പേരിലായാൽ അതിനെതിരെ വരുന്ന ഏത് ഭീഷണിയും അക്രമവും ദൈവത്തിന് നേരെ ആകുമെന്നും കൂടാതെ മറ്റു ശക്തികളിൽ നിന്നും തന്റെ രാജ്യത്തിന്റെ സുരക്ഷ